CPI മുൻ ജനറൽ സെക്രട്ടറി എസ് സുധാകർ റെഡ്ഡി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അന്ത്യം ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 2012 മുതൽ 2019 വരെ CPI ജനറൽ സെക്രട്ടറിയായിരുന്നു. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിൾ എപ്പോഴായിരുന്നു അന്ത്യം? 2 തവണ MP ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. മറ്റു വിവരങ്ങൾ. ആര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയായി 2012 മുതൽ 2019 വരെ 7 വർഷം സേവനം അനുഷ്ഠിച്ച സുധാകർ റെഡ്ഡി അന്തരിച്ചിരിക്കുന്നു. 83 വയസ്സായിരുന്നു. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം 2 തവണ 2004-ലും 1998-ലും നൽഗോണ്ട മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചു പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ തൊഴിലുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. കർഷകരും അതോടൊപ്പം തന്നെ തൊഴിലാളികളുമായ ആളുകളുടെയൊക്കെ ഉന്നമനത്തിനും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനൊക്കെ ഒരുപാട് പ്രവർത്തിച്ചൊരു CPI നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ 9 വർഷത്തെ ഈ CPI ജനറൽ സെക്രട്ടറി കാലയളവിൽ ലെഫ്റ്റ് പാർട്ടികൾക്ക് തെലങ്കാനയിലും ഒപ്പം ഇന്ത്യയിലൊക്കെ വലിയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട CPI രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്, വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാട് അത് തീർച്ചയായും എക്കാലത്തും ഓർക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് CPI നേടിയ നേട്ടങ്ങളൊക്കെ വലിയ തരത്തിൽ എപ്പോഴും പ്രശംസ അർഹിക്കുന്നതുമായിരുന്നു. ആര്യ.